Hey, hi, hello. I welcome you all to my YouTube channel Glam Goddess Sindhuja. Glam Goddess Sindhuja എന്ന നമ്മുടെ ഒരു കുഞ്ഞു ചാനലിലേക്ക് ഞാൻ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. സോ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൂടെ ജസ്റ്റ് ഒന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വ്ളോഗറിനെ ഞാൻ ആകസ്മികമായി കണ്ടു. അതാണ് നമ്മുടെ പൂജ അമൽ എന്ന യൂട്യൂബ് ചാനൽ. അപ്പം ഈയിടെയായിട്ട് അവർക്ക് ഭയങ്കര എന്തുവാ പറയുന്നത്, ഭയങ്കര അറ്റാക്കിങ്ങും കാര്യങ്ങളും ഇപ്പം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണെങ്കിൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം എനിക്ക് ഇതിനകത്ത് ന്യൂട്രലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയണം, ലൈക്ക് ബീയിങ് എ വ്ളോഗർ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഇതിനെപ്പറ്റി ഞാനൊരു ഹിന്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കറിയാം. സോ എനിക്കിതിൽ പറയാനുള്ളത് ആര് ശരി ആര് തെറ്റെന്നുള്ളതല്ല, പക്ഷെ കുറെ നാൾ ഇങ്ങനെ നമ്മൾ കണ്ട് അവരൊരു ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുമല്ലേ. ഓൾറെഡി അവര് ഒരു ഗ്രോയിങ് ബ്ലോഗേഴ്സ് ആണ്. അറൌണ്ട് 40.3K എന്തോ ആയി. ഇന്നലെ വരെ അത്രയായി. അത്യാവശ്യം സപ്പോർട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ചില ആൾക്കാർ, അത് ഓഫ് കോഴ്സ് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാലും നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. സോ അത് എല്ലാവരുടെയും ഉണ്ട്. ചിലരത് ഡിലീറ്റ് ചെയ്ത് കളയും, ചിലവരത് ഇഗ്നോർ ചെയ്യത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഈ പൂജ അമൽ ചാനലിൽ ഞാൻ കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുമ്പേ പൂജയ്ക്കും അമലിനും എൻ്റെ ഒരു ബിലേറ്റഡ് ഹാപ്പി മാരേജ് വിഷസ് ഞാൻ നേരുന്നു. കാരണം നിങ്ങളുടെ ചാനലൊക്കെ കണ്ടു വന്നപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ആ കല്യാണ വ്ളോഗിന്റെ താരം ഞാൻ ഇട്ടേനെ. എനിക്കിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവരുടെ വ്ളോഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അവരോടൊരു ഇഷ്ടം തോന്നാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പല ആൾക്കാരുടെ ഇടയിലും ഒരു വിശ്വാസവും ട്രസ്റ്റും ഇല്ലാത്ത ഒരു ജനറേഷനാണ് നമ്മുടെ ഇത്. മീൻസ് ഇപ്പൊ ഒരു മാരേജ് ഡിസിഷൻ എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ സ്നേഹത്തിൽ തന്നെയാണെങ്കിലും ചതിവുകൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു സിനാറിയോ ആണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും അല്ലേ. അപ്പൊ പോലും ഇത്രയും 18 ഇയേഴ്സിൽ ഒരു ഏജിൽ ആണെങ്കിൽ പോലും പൂജയ്ക്ക് അമലിനൊരു വിശ്വാസം വന്നു. അവര് തമ്മിൽ കല്യാണം എന്ന ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പൊ നന്നായി ഹാപ്പി ആയിട്ടും ജീവിക്കുന്നുണ്ട്. സോ എനിക്ക് അതിൽ അവരോടൊരു ഒരു പോസിറ്റിവിറ്റിയാണ് വരുന്നത്. സോ ഞാൻ വ്ളോഗിങ്ങിനകത്ത് തുടങ്ങിയിട്ട് ഇപ്പം അധികം ആയിട്ടില്ല, ഒരു ബഡ്ഡിങ് വ്ളോഗറാണ്. പക്ഷെ അതുകൊണ്ട് എനിക്കിപ്പം ഇവരെ ഫേവർ ചെയ്ത് സംസാരത്തിൽ എനിക്ക് റീച്ച് വരും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ നല്ലതെന്ന് പറഞ്ഞു പോകും. അങ്ങനെ ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചോ. എൻ്റെ വ്ളോഗ്സിനൊന്നും വലിയ വ്യൂസ് ഒന്നും സാധാരണ വരാറില്ല. ഓഫ് കോഴ്സ് ഷോർട്സിന് വരും, കാരണം ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റാറും ആർട്ടിസ്റ്റും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് വരാറുണ്ട്. പക്ഷെ എന്നാലും അഭിപ്രായം പറയണമല്ലോ. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതല്ലേ മനുഷ്യരായിരിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജീവിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പൂജയോടും അമലിനോടും ആ കാര്യത്തിൽ മതിപ്പാണ്. കാരണം നമ്മളൊക്കെ അവരെക്കാട്ടി മെച്യൂർഡ് ആയിട്ടൊരു ഏജ് ആണ്. ഇന്ന് ഞാൻ പോലും 2 തവണ ആലോചിക്കും ഒരാളെ കല്യാണം കഴിക്കണോ വേണ്ടേ. കാരണം എന്തോ, നമ്മുടെ സമൂഹത്ത് നടക്കുന്ന കാര്യങ്ങൾ പേപ്പർ എടുത്താ സോഷ്യൽ മീഡിയാസിൽ എടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളിൽ നിന്ന് ഉപദ്രവം നേടുന്നു. വിവാഹത്തിന് ശേഷം പെണ്ണുങ്ങളെ ആണുങ്ങൾ ഉപദ്രവിക്കുന്നു. 2 കൂട്ടരുടെയും കേസാണ് ഞാൻ പറയുന്നത്, ഒരാളെ ന്യായീകരിച്ചുകൊണ്ടല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമൂഹത്തിൽ നമ്മൾ 2 തവണ ആലോചിക്കും, നമുക്കൊരു മാരേജ് വേണോ അതോ നല്ലൊരു ഫ്രണ്ടുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ മാരേജിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുന്നു എന്ന് ട്രോളി കൊണ്ട് വരരുത്. ചിലപ്പോൾ ഇതിന് വ്യൂസ് എങ്ങാനും വന്നാൽ ഈ വീഡിയോയ്ക്ക് വരാൻ നിൽക്കരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മാരേജ് ചെയ്യുന്നവർ നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട്, അവർ ജീവിക്കട്ടെ. പക്ഷെ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ മാരേജ് ചെയ്യുന്നവർ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റിലും കാര്യങ്ങളിലാണ് 90% ആൾക്കാരും പോകുന്നത്. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന്റെ ലൈഫാണെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പൊ ആ ഒരു ജനറേഷനിൽ ഈ കുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നാളെ ഈ കുട്ടി കുറെ പഠിച്ചിട്ട് വീട്ടുകാർ കല്യാണം കഴിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഈ കുട്ടി പറയും എനിക്ക് കല്യാണം താല്പര്യമില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോയിന്റ് ഫ്രണ്ട്സിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ കേസിൽ ഇങ്ങനൊരു പ്രണയം വിവാഹം ആയതിന്റെ പേരിൽ ആ കുട്ടിക്ക് ഒരു ലൈഫും കിട്ടി, ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റി. അതൊരു ലോ ഏജിൽ. അതിന് എനിക്കൊരു കൺഗ്രാറ്റ്സ് ആണ് പറയാനുള്ളത്. അതിപ്പോ എന്നെ ഇപ്പൊ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ കൺഗ്രാറ്റ്സ് പറയും. കുഡൂസ് മോളെ. ആൻഡ് മോളെ അല്ല, എൻ്റെ ഒരു അനിയത്തിയുടെ ഏജ് ആണ്. അതിലെനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് ആ ഫാക്ടറിൽ. പിന്നെ നിങ്ങളുടെ വ്ളോഗുകൾ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ കണ്ടുവരുന്നു. ഇപ്പൊ ഈ വ്ളോഗ് റെക്കോർഡ് ചെയ്യുന്ന ശേഷം ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ വ്ളോഗ്സ് ഞാൻ കാണാറുണ്ട്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. കാരണം നിങ്ങളെ കൂടെ പറ്റുന്ന സാഹചര്യങ്ങൾ വെച്ച് ചെയ്യുന്നു. പിന്നെ ഒരു ബഡ്ഡിങ് വ്ളോഗർ എന്ന നിലയ്ക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അത് നമുക്കറിയാം. നമ്മളും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഇനി അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തിരഞ്ഞെടുത്തു. അതുപോലെ നമുക്കുള്ള പാഷൻ പോലെ നിങ്ങൾക്കും വ്ളോഗ് ചെയ്യണമെന്നൊരു പാഷൻ കാണും, ഒരു ആഗ്രഹം കാണും. അത് ഓഫ് കോഴ്സ് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ഞാനൊരു വ്ളോഗിങ് ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ പേര്
യൂഷ്വൽ സൈക്കോന്നോ എന്തോ ഒരു ബ്ലോഗറിന്റെ വീഡിയോ ഞാൻ ഇന്നലെ കണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ 18 വയസ്സിൽ കല്യാണം കഴിച്ച് സ്കൂളിൽ പോകുന്ന ഈ പൂജയ്ക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല, നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് നിങ്ങളുടെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ ഓപ്പറേറ്റ് പറയുന്നതാണ്. കാരണം ഇന്ന് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നാലും സമൂഹത്തിൽ ചുറ്റുപാട് നോക്കിയാലും കുറേ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അത് ലോകം ഉണ്ടായപ്പോൾ തൊട്ടുള്ള കാര്യമാണ്, അല്ലേ? ഇപ്പൊ നമ്മൾ മൂവി കാണാൻ തിയേറ്ററിൽ പോകുന്നു, ആ മൂവിയിലും ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഫിക്ഷൻസ് ആയിട്ടുള്ളത് കാണിക്കും. അതെല്ലാം കണ്ടുകൊണ്ട് മറ്റുള്ളവരും വഴി തെറ്റും എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. സമൂഹത്തിൽ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. നമ്മൾ വേണം നമ്മുടെ സാഹചര്യം വെച്ച് ചിന്തിക്കേണ്ടത്. നമുക്ക് ഏതാണ് നല്ലത് തരിക, അല്ലെങ്കിൽ നമുക്ക് നല്ലത് നമ്മുടെ ശരി ആത്മാർത്ഥമുള്ള കഴിയുന്നത് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞൊന്നും വഴി തെറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പോയിന്റിൽ യൂഷ്വൽ സൈക്കോനോട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പ് ഞാൻ ഷെയർ ചെയ്യാം. 18 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ, അത് സ്കൂളിൽ പഠിക്കുക ഇപ്പോഴും. അങ്ങനെ ഒരു പെങ്കൊച്ചിനെയൊക്കെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചിട്ട് വലിയ കഥകൾ യൂട്യൂബിൽ വന്നിരുന്ന് ഇതിനോടൊക്കെ എന്താ പറയണ്ടേ? ഒരു കാരണവശാലും എനിക്ക് വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. ഇപ്പം എൻ്റെതടക്കം എല്ലാവരുടെ ചാനലിൽ നിന്നും വഴി തെറ്റാനാണെങ്കിൽ എല്ലാവർക്കും അതിന് സമയം കാണും. ഞാനൊരു എന്റർടൈൻമെന്റ്, ട്രാവൽ, ഫുഡ് ബ്ലോഗർ എല്ലാം കൂടെ ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു 3-in-1 ഒരു മൾട്ടിപർപ്പസ് ചാനലാണ് ഗ്ലാം ഗോഡസ് സിന്ധുജ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ നല്ലൊരു റാമ്പിൽ ഇറങ്ങുന്ന മോഡലിംഗ് ഫീൽഡിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാനിപ്പോൾ ഒരു റാമ്പിൽ ഇടുന്ന ഒരു ഡ്രസ്സ് ഇട്ട് ഞാനൊരു വൈബ് കിട്ടാൻ വേണ്ടി ഒരു ഡാൻസ് റീൽ ചെയ്തു. ഇപ്പം ഞാൻ ചെയ്യുന്ന ഷോർട്സ് ഒക്കെ നോക്കിയാൽ അറിയാം. അതിട്ടുകൊണ്ടാണോ ഫ്രണ്ട്സ് ഞാൻ എന്ത് ചെയ്യുന്നത്? സാഹചര്യം മറന്നൊരു മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഭരണ വീട്ടിലോ പോകുന്നത് അല്ല. അല്ലെങ്കിൽ ഞാൻ ഇട്ടത് കൊണ്ട് അടുത്ത വീട്ടിലെ ആൾക്കാർ പറയുക, ആ ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി ഇതിട്ട് ഡാൻസ് ചെയ്ത് നല്ല ചെത്തായിട്ട് ചെയ്യുന്നത്, എനിക്കത് വേണം, ഞാനത് ഇടുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അങ്ങനെ ആരും പറയാനും പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ തിങ്സാ. ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ആ ടൈപ്പ് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഇടും. അല്ലാതെ ഞാൻ ഇട്ടത് കൊണ്ട് ആ കുട്ടി വഴി തെറ്റി അതിനൊരു ഇൻട്രസ്റ്റും താല്പര്യം ഉണ്ടെങ്കിൽ അത് മോഡലിംഗിൽ തന്നെ പോകും. അപ്പൊ അത്രേ ഉള്ളൂ, ആ സാധനങ്ങളേ ഉള്ളൂ. അല്ലാതെ ഒരാൾ ചെയ്തത് കൊണ്ട് മറ്റൊരാൾ പോകുമെന്ന് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. ആ കാര്യത്തിൽ ഞാൻ അക്സെപ്റ്റും ചെയ്യുന്നില്ല. ആ പോലും എനിക്ക് യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന ബ്ലോഗറുമായിട്ട് വിയോജിപ്പുണ്ട്. അത് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് താഴെ കമന്റ് ഇടാം. ഞാൻ അവിടെ കമന്റ് ഇട്ടില്ല. എന്റെ ചാനൽ എനിക്ക് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. എന്റെ സ്വന്തം ചാനലാണ്, എനിക്കൊരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് പറയുന്നു. അപ്പൊ അദ്ദേഹം ആ പറഞ്ഞ കാര്യം ഞാൻ ആ ക്ലിപ്പ് ഇടാം. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ലിങ്ക് ഇത് ലൂപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കണ്ടാൽ മതിയാവും. ആ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ഈ ഇത്രയും ഇഷ്യൂ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് കാണും. അപ്പൊ അതിന്റെ പേരിൽ ആ മൈൻഡ് സെറ്റിൽ ആ ഒരു സമയത്തെ ആ ഒരു ടെൻഷനൊക്കെ വെച്ച് ചിലപ്പോൾ പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഒരാളുടെ കൂട്ടത്ത് മിസ്സിങ് ആവുന്ന സമയം അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന സമയം സ്വാഭാവികമായിട്ട് നാട്ടിൽ ചെയ്യേണ്ട ചില ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ കുട്ടിയെ കാണാനില്ല എന്നോ അല്ലെങ്കിൽ അന്നത്തെ അവരുടെ ഫ്രസ്ട്രേഷനും മൈൻഡ് സെറ്റും അവരുടെ വിഷമതയും വെച്ച് പേരൻസിന്റെ സൈഡിൽ നിന്ന് അവർ ശരിയാണ്, തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അവരൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ പേരിൽ അമലിനെ പിടിച്ച് ജയിലിലിട്ടു. ഇത് വലിയ ഒരു സീനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വ്ളോഗിൽ വേണ്ട ആവശ്യമില്ല. ഇത് നാട്ടിൽ നടക്കുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. നേരെ മറിച്ച് ഇതിലപ്പുറം തെറ്റ് ചെയ്തിട്ട് ജയിലിൽ കിടന്നോണ്ട് ചുമ്മാ നടക്കുന്നുണ്ട്. അവരെ പറ്റി വ്ളോഗും ക്രിയേറ്റ് ചെയ്യാറില്ല. സോ അതൊക്കെ എനിക്ക് അവരെ ഒന്ന് ഡിറ്റീറിയേറ്റ് ചെയ്യാൻ കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യൂഷ്വൽ സൈക്കോയുടെ ബ്ലോഗിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആണ്. പക്ഷെ എന്നാലും അത് ഒരാളെ സ്റ്റാമ്പ് ചെയ്യാൻ നോക്കി എന്നുള്ളത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതിപ്പം വലിയൊരു കൊലപാതക കുറ്റമാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പ്രണയത്തിന്റെ പേരിൽ ആ കുട്ടിക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലയോ അതും എനിക്ക് അറിയില്ല. ആ യൂഷ്വൽ സൈക്കോ ചാനലിൽ പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അമൽ ജയിലിൽ കിടന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് അമലിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാവും. ഈ കുട്ടിയെ മാരി ചെയ്തുകൊണ്ട് വരുമ്പോൾ കൺവിൻസ് ചെയ്യാൻ പറ്റാതെയാണല്ലോ കൊണ്ടുവന്നത്, വിളിച്ചിറക്കിക്കൊണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. അതിപ്പം അമലിന്റെ സ്ഥാനത്ത് ഇപ്പൊ യൂഷ്വൽ സൈക്കോ ആയിരുന്നു ഈ പരിപാടി ചെയ്തിരുന്നെങ്കിലും പുള്ളിക്കും ഈ കാര്യങ്ങളെ കിട്ടൂ. അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിലും പുള്ളി ആ പ്രായത്തിലായിരുന്നെങ്കിലും നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. സോ അതൊക്കെ എനിക്ക് ഇച്ചിരി മോശമായിട്ടാണ്. ആ പിള്ളേരുടെ സൈഡിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് മോശമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത്. എവിടെ നിന്നൊക്കെ എന്തെങ്കിലും കേട്ടിട്ട് അതിൽ സത്യാവസ്ഥ ഉണ്ടാവാൻ ഇല്ലാതിരിക്കാം. അതങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പിന്നെ പേരൻസ് ആകണമെന്നില്ല നമുക്ക് അവരുടെ വിഷമത അറിയാൻ. അവരുടെ ആ ജനറേഷൻ ഗ്യാപ്പ് ഓഫ് കോഴ്സ് കാണും. അപ്പം അവർക്കൊരു വളർത്തിക്കൊണ്ട് വന്ന മോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവർ സങ്കടപ്പെടേണ്ടത് എപ്പോഴാണ്? പൂജയും അമലും നല്ല രീതിയിലാണ് അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത്. അവർ തന്നെ ബ്ലോഗിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ആ കുട്ടി തിരിച്ച് നരകിച്ച് വീട്ടിൽ പോവുകയും അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് പേരൻസിന് ആ ഒരു സങ്കടം കൂടുതൽ ഹൈലൈറ്റ് ആവേണ്ടത്.
ഇപ്പം അവർ പേരൻസ് തെറ്റാണെന്നും ആ പൂജയും അമലും തെറ്റാണെന്നും ഞാൻ പറഞ്ഞില്ല. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ശരികളുണ്ട് ഇതിനകത്ത്. അവരവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ അമലും പൂജയും നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ അതിൽ പരം സന്തോഷം എന്താണ് ആ പേരൻസിന് വേണ്ടത്? അവർ യുണൈറ്റ് ആകുക തന്നെ ചെയ്യണം. കുറേ കഴിയുമ്പോൾ ആ പേരൻസ് തീർച്ചയായും അമലിൻ്റെയും പൂജയുടെ വീട്ടിൽ പോകുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. പിന്നെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് നിങ്ങൾ വ്ലോഗ് ചെയ്യാതിരിക്കരുത് മക്കളെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയുടെ പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കസിൻസ് ആരെങ്കിലും ടെക്നോളജി ആയിട്ട് ലിങ്ക് ഉള്ളവർ കാണുമല്ലോ. അപ്പം അന്നേരത്തെ ആ ഒരു വിഷമതത്തിന് പുറത്ത് അവരങ്ങനെ നിങ്ങളെ വിളിക്കാതിരുന്നാലും ഒബ്വിയസ്ലി ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മളോട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പപ്പയും മമ്മിയും ഉണ്ട്, അവർക്കുള്ളിൽ സ്നേഹമുണ്ട്, അവരെപ്പോഴും ആ കൗതുകത്തോട് ഓർക്കും നിങ്ങൾ സേഫായിട്ടാണോ ജീവിക്കുന്നത്. അപ്പം ഈ വ്ലോഗ് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളെ അവർ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ അവരുടെ വിഷമത കൊണ്ട് അവർക്കൊരു സന്തോഷമാണ് എൻ്റെ മോള് നല്ല രീതിയിൽ ആ പയ്യനുമായിട്ട് ജീവിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ വ്ലോഗുകൾ യൂസ്ഫുൾ ആയി മാറണം, അല്ലെങ്കിൽ മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഇനിയിപ്പം നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് കൊണ്ട് അതിലൊന്നും കാര്യമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തിരഞ്ഞെടുത്തു, നല്ല രീതിയിൽ ഇതുപോലെ സന്തോഷമായിട്ട് എന്നും ഇരിക്കുക. അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. വളരെ നല്ല കാര്യം, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെ നിങ്ങൾ ജനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂ. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ. 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ പോയി കല്യാണം കഴിക്കട്ടെ. അതും 18 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിച്ചതിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ലേ. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ പെൺകുട്ടി ഇപ്പോഴും സ്കൂളിൽ പഠിക്കുക. ഒന്ന് ആലോചിച്ചേ നിങ്ങൾ, ആ പെൺകുട്ടിയുടെ കൂടെ ഹലോ ഡിയേഴ്സ്, എനിക്ക് അടുത്ത് കോമഡി ആയിട്ട് തോന്നിയത് യൂഷ്വൽ സൈക്കോ പറയുന്നുണ്ട്. ആ കുട്ടി, ഞാൻ എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് നോക്കിയത്, ആ കുട്ടി ഇപ്പോഴും സ്കൂളിൽ പഠിക്കുകയാണ്. പിന്നെ എന്താ വേണ്ടത്? കല്യാണം കഴിഞ്ഞ് പഠിത്തം നിർത്തണോ? അല്ല, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് പഠിച്ചതിന് ശേഷം കല്യാണം മതിയായിരുന്നു. അപ്പോൾ പഠിത്തത്തോട് വലിയ ഇൻട്രസ്റ്റ് ആ കുട്ടിയുടെ ജീവിതത്തിൽ കാണിച്ച വ്യക്തി തന്നെ പറയുന്നു കല്യാണം കഴിച്ച് വീണ്ടും എന്ത് ചെയ്യാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു. അപ്പം ഇദ്ദേഹത്തിനൊരു സ്റ്റാൻഡ് ഇല്ല. ടോക്സ് കണ്ടോ? അതായത് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറയുന്നു, എഡ്യൂക്കേറ്റഡ് ആവണമായിരുന്നു എന്ന്. എന്നിട്ട് ഇപ്പോൾ കോൺട്രി ആയിട്ട് പറയുന്നു 18 വയസ്സ് കല്യാണം കഴിഞ്ഞതിൻ്റെ പേര് സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മിസ്റ്റേക്ക് ആണോ? നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും പറയുന്നില്ല കല്യാണം കഴിഞ്ഞാൽ പഠിക്കരുത് എന്നുള്ളൊരു സംഭവം ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ പോയിൻ്റൊക്കെയാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് ഫ്രണ്ട്സിന് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇനി അടുത്ത യൂഷ്വൽ സൈക്കോയ്ക്ക് പറയാനുള്ള കേട്ടിട്ട് ഞാൻ ബാക്കി പറയാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ. യൂഷ്വൽ സൈക്കോ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞ ക്ലിപ്പിൽ തെറ്റ് തന്നെയാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷനെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിനൊരു ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് താഴെ എടുത്തിടുന്നത് പോലെ, അങ്ങനെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നവർ കല്യാണം കഴിച്ചതിന് പോകാൻ പാടില്ലെന്നുള്ളൊരു സംഭവം പറഞ്ഞൊരു തെറ്റ് തന്നെയാണ്. അത് ഗോഡസ് അങ്ങനെ പറയൂ. നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇട്ടേക്ക്. ഇനി നമുക്ക് ബാക്കി വീഡിയോ ആണ്. എന്താണ് മറ്റേ ഈ പെൺകുട്ടിയുടെ കുടുംബം കേസ് കൊടുത്തിട്ട് ഇവൻ ജയിലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു 10-25 ദിവസം. ഈ പെൺകുച്ചിയായിട്ട് കറങ്ങാൻ പോയി, വീട്ടുകാർ കേസ് കൊടുത്തു, പിടിച്ചകത്തിട്ടു. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നു. പക്ഷെ കറങ്ങാൻ പോകുന്നത്, ഞാൻ പറയട്ടെ, പ്രണയ ജോഡികൾ അവർ കറങ്ങാൻ പോകുന്നതിനകത്തൊന്നും ഞാൻ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രണയ ജോഡിയിലെ ഒരു ജോഡി അല്ലെങ്കിൽ ഒരു അതിനകത്തെ ഒരാൾ, ആ ജോഡിയിലെ ഒരു വ്യക്തി സ്കൂളിൽ പഠിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. മക്കളെ, നിങ്ങൾ വന്നിരുന്ന കഥ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളെ പോലുള്ള കുടുവാവകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ, കോളേജിൽ പഠിക്കുന്നവർ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുമോ കോളേജിൽ പഠിക്കുന്നവര്? എനിക്ക് തോന്നുന്നില്ല. സ്കൂളിലെ പിള്ളേർ വരും, ചേച്ചി ചേട്ടാ സൂപ്പർ, നിങ്ങളാണ് താരജോട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ വരുമായിരിക്കും. കുറെ എണ്ണങ്ങള് ഉള്ള കുഞ്ഞുങ്ങള് അവരെ വരുവുള്ളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൊടുത്താൽ പിള്ളേരുടെ ജീവിതമാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആഡ് ചെയ്യുക. ഷൂട്ട് ചെയ്തപ്പോൾ പോലും ഞാൻ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ഇന്ന് ഉറക്കം എണീച്ച് അപ്പം തന്നെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറ്റുവാണ് ഓഡിയോ പ്രോംപ്റ്റും വീഡിയോസും. അതായത് ഇദ്ദേഹം യൂഷ്വൽ സൈക്കോ ആ പൂജ അമലിനെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ യൂഷ്വൽ സൈക്കോയുടെ സപ്പോർട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടോ നോക്കിയല്ല അവർ തീരുമാനം എടുത്തത്. മനസ്സിലായി? അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ തീരുമാനം നോക്കിയല്ല, അവരുടെ പേഴ്സണൽ ലൈഫ് അവർ ആലോചിച്ചെടുത്തു. പിന്നെ ഈ സപ്പോർട്ട് യൂഷ്വൽ സൈക്കോ കല്യാണം കഴിച്ചാലും ഞാൻ കല്യാണം കഴിച്ചാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് ആരെയെന്ന്. ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഫാക്റ്റാണ്. കാരണം കുറേ നാൾ യൂഷ്വൽ സൈക്കോയുടെ പേരൻസ് യൂഷ്വൽ സൈക്കോയെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ യൂഷ്വൽ സൈക്കോ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരൻസ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ജീവിതം മൊത്തം ആരുടെയും സപ്പോർട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ ട്രൈ ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ടാക്കിൾ ഔട്ട് ദ പ്രോബ്ലംസ്. സ്വയമായിട്ട് കാര്യങ്ങൾ ഇവരെ പോലെ ചെയ്ത് എല്ലാ പ്രോബ്ലംസും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. കാരണം ഓട്ടോമാറ്റിക്കലി ഒരു ലൈഫ് ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും, അല്ലേ? അപ്പം ആ സിറ്റുവേഷൻസൊക്കെ നല്ല രീതിയിൽ മനോധൈര്യത്തോടുകൂടി ടാക്കിൾ ഔട്ട് ചെയ്ത് പോവുക. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ആരുടെ ഇടയിലില്ല. അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം യൂഷ്വൽ സൈക്കോ സപ്പോർട്ട് ചെയ്താൽ ഇല്ലെങ്കിലും
അവർ കല്യാണം കഴിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവർ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വ്ളോഗിൻ്റെ അവസാനം കാണിച്ചുതരാം. അവർ സ്വയം പറയുന്ന എല്ലാ വ്ളോഗ്സിലും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. സോ അത്രയേ ഉള്ളൂ. അമ്പലത്തിൽ ഞങ്ങൾ കണ്ടു, സംസാരിച്ച്. അപ്പൊ ഞാൻ തിരിച്ച് വരാൻ വേണ്ടി വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു വരും. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത അമ്പലം. ഞാൻ വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു വരാൻ നിർത്തി. ഇവൻ വണ്ടിക്കകത്ത് എന്റെ പുറകെ വന്നിട്ട് എനിക്ക് മിഠായിരുന്നു, ബർത്ത്ഡേയുടെ ചോക്ലേറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോക്ലേറ്റ് വാങ്ങിയപ്പോ ഇവനങ്ങ് പോയപ്പം എന്റെ എതിരെ ഒരു ഓട്ടോ വന്നു. എന്റെ അച്ഛന്റെ ഫ്രണ്ടായിരുന്നു. ഓട്ടോ വന്നു. അയാൾ ഞങ്ങളെ രണ്ടുപേരെയും കണ്ടു. കണ്ടപ്പം ഞങ്ങളോട് എന്നോട് ചോദിച്ചിങ്ങനെ അവൻ തന്നിട്ട് പോയെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടാണ്, ബർത്ത്ഡേ ആയിട്ട് ചോക്ലേറ്റ് തന്നിട്ട് പോയതാ അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അയാളാണെങ്കിൽ അത് എന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അത് എന്റെ അച്ഛന്റെ അനിയനോട് പറഞ്ഞ്, പിന്നെ അത് എന്റെ അച്ഛനോട് പറഞ്ഞ്, അങ്ങനെ അവിടെ സീനായി. അന്ന് ഇവന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ പ്രണയം വീട്ടിൽ പൊക്കുന്നത്. ആ ചേട്ടനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ നാട്ടുകാർ തിണ്ടികൾക്ക് എന്താണ്, സ്വന്തം കാര്യം നോക്കിയാൽ പോരെ. പക്ഷെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ. പെൺകുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, തിരിച്ചവരെ കാണുന്നില്ല. മുട്ടായിലൂടെ പല ഇപ്പൊ വേറെ എന്തെങ്കിലും ജ്യൂസിലൂടെയൊക്കെ കുട്ടികൾക്ക് പലതും കൊടുത്ത് പല കുട്ടികളെയും ഇവിടെ പല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളുടെ കേസിലൊക്കെ ആരെങ്കിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലടേ. പ്രത്യേകിച്ച് കുടുംബക്കാരൊക്കെ അല്ലെങ്കിൽ കുടുംബത്തിനെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ വീട്ടിൽ ചെന്ന് ഇതുപോലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചേട്ടനൊരു ക്ലാസ്സേ കൊടുക്കത്തുള്ളൂ. നല്ല കാര്യം ചേട്ടൻ ചെയ്തത് എന്നേ എനിക്ക്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ വേറൊരു 18 വയസ്സ് കഴിഞ്ഞ ഒരു പയ്യനും ഒരു പെങ്കൊച്ചും കൂടെ ഒന്നിച്ചു പോകുന്നു, മനസ്സിലായില്ലേ, അവരെവിടെങ്കിലും വെച്ച് കാണുന്നു. അതിനകത്ത് ഈ നാട്ടുകാർ പോയി ചൊറിയുന്നതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ കുട്ടിക്ക് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞിട്ടും കുട്ടി സ്കൂളിൽ പഠിക്കുക. അപ്പൊ അതിനൊക്കെ മുമ്പ് പ്രണയമൊക്കെ ആദ്യമേ വീട്ടിൽ പിടിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ആ സമയത്ത് ആ ചേട്ടൻ ചെന്ന് പറഞ്ഞതിനകത്ത് എനിക്കൊരു തെറ്റും കാണാനില്ല കേട്ടോ. അങ്ങനെ തന്നെ വേണം ചെയ്യാനെന്നേ ഞാൻ പറയുള്ളൂ. വീണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം, പ്രണയം അത് വളരെ ഹായ് ഡിയേഴ്സ്. അപ്പോൾ വീണ്ടും എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരാം. ഈ യൂഷ്വൽ സൈക്കോയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തതിൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ ഉള്ളിക്ക് തൊട്ടുമ്പോൾ കട്ടായത് ആ പോയിന്റില്ല, പ്രണയം വളരെ നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം തന്നെ ഇതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഇതിന് മുന്നേ പറഞ്ഞ വേറെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് ഒരു കുട്ടിക്ക് പ്രേമിച്ചിരുന്ന സമയം ഒരു മുട്ടായി മേടിച്ചു കൊടുത്തു. അതിൻ്റെ ഏജിൽ അതിന് മുട്ടായാണ് ഇഷ്ടമെങ്കിൽ മുട്ടായാലും മേടിച്ചു കൊടുക്കാൻ പറ്റൂ. പിന്നെ പൂജയെ പ്രേമിച്ചപ്പോൾ ആ സൗഹൃദത്തിൻ്റെ പുറത്ത് മേടിച്ചു കൊടുത്താണ് ആ മുട്ടായി, അല്ലാതെ ഫസ്റ്റ് ടൈം ഒരു അജ്ഞാതം കൊടുത്ത മുട്ടായി അല്ല അത്. മനസ്സിലായോ? അപ്പോൾ അവർ റിലേഷനിൽ ഇരിക്കെ മേടിച്ചു കൊടുത്ത മുട്ടായിൽ ഡ്രഗ്സ് കലർത്തി എന്ന് പറയുന്നതിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. യൂഷ്വൽസൊക്കെ പറയുന്ന ആ പോയിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു പരിചയമില്ലാത്തൊരു പെൺകൊച്ചിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി കൊടുത്തു ആദ്യമൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം. ഇത് പ്രണയത്തിൽ ഇരിക്കുന്ന സമയം ഒരിക്കലും ആ മുട്ടയ്ക്കകത്ത് അങ്ങനെ കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആ പോയിന്റിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ യോജിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നാട്ടുകാരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബാഡ് രീതിയിലാണ്. നാട്ടുകാർ ഡാഷ് ഒരു വേർഡ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പിന്നെയും പ്ലേ ബാക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ നാട്ടുകാരെ നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരാൾ തന്നെ നാട്ടുകാർ നല്ല കാര്യത്തിന് നിന്നു. ഫോർ ദാറ്റ് മാറ്റർ ആ ഓട്ടോ ഡ്രൈവർ അങ്കിളാവട്ടെ, അങ്ങനെ നല്ല കാര്യത്തിന് നിന്നു എന്ന് പറയുന്നത് കോൺട്രഡിക്ടറി അല്ലേ? നിങ്ങളൊന്ന് ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്കുക. നാട്ടുകാർ അനാവശ്യമായിട്ട് ആൾക്കാരുടെ ഇതിൽ ഇടപെടുമെന്ന് പറഞ്ഞൊരു ബാഡ് ടേം അവിടെ യൂസ് ചെയ്യുന്നുണ്ട് യൂഷ്വൽ സൈക്കോ തന്നെ. അതിനുശേഷം ഈ നാട്ടുകാരിലാണല്ലോ ഓട്ടോ ഡ്രൈവർ അങ്കിളും വരാൻ ചാൻസ് ഉള്ളൂ. അവർ നല്ല കാര്യം ചെയ്ത് വീട്ടിൽ പോയി പറഞ്ഞു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വീട്ടിൽ പോയി പറഞ്ഞാൽ ഏതൊരു കുടുംബത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുന്നുള്ളൂ. അപ്പം അതൊരു നല്ല കാര്യമാണെന്ന്, കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ അവിടെ തെളിയണം, ആ കുട്ടിക്ക് അങ്ങനെ കൊടുത്തു, ഡ്രഗ്സ് ചേർത്ത് മുട്ടായി തെളിയണം. എന്നിട്ട് അത് ലീഗൽ അതോറിറ്റീസിൻ്റെ അടുത്ത് പോയി കൈയോടെ പിടിച്ച് പറയണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പം അനാവശ്യമായിട്ട് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതിപ്പോൾ ഓട്ടോ ഡ്രൈവർ അങ്കിളുടെ സൈഡിൽ നിന്ന് ചെയ്ത പ്രവൃത്തി വെച്ചിട്ടാണെങ്കിലും ഞാൻ അങ്ങനെയാണ്, എൻ്റെ സ്റ്റാൻഡ് അങ്ങനെയാണ്. നിങ്ങളതിന് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. കമൻറ്റ് ചെയ്യുക. പിന്നെ യൂഷ്വൽ സൈക്കോ തന്നെ പറയുന്നുണ്ട്, ആ ക്ലിപ്പ് എൻ്റെ ഓടിക്ക് മുന്നിൽ ക്ലിപ്പ് വെച്ചറിയാം, 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കായിരുന്നെങ്കിൽ അത് പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? 18 വയസ്സ് കഴിഞ്ഞ ആൾക്ക് ഡ്രഗ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പ്രൊമോട്ട് ചെയ്യുവാണോ യൂഷ്വൽ സൈക്കോ?
അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. 18 വയസ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ കറങ്ങുന്നതും ഇതൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പച്ചടിച്ചതുപോലെ പറയുന്നുണ്ട്. എത്ര വയസ്സ് കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ബാനാണ് സൊസൈറ്റിയിൽ. യൂസ് ചെയ്യാൻ പാടില്ലാത്തത് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് തന്നെ. പിന്നെ പ്രണയത്തിനൊരു ഏജ് അത് മനുഷ്യരാണ് നിർണ്ണയിക്കുന്നത്. ഒരാളെ ഇഷ്ടപ്പെടേണ്ട ഏജും കാര്യങ്ങളും. ഓഫ് കോഴ്സ് മാരേജിനൊരു ഏജ് ഉണ്ട്, 18 ഇയേഴ്സ് ഉണ്ട്, അതവർ പാലിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ കറക്റ്റായിട്ട് പൂജ തമ്മിലും കൈക്കൊണ്ട കപ്പിൾസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ അവിടെ ഒരു പോയിൻറ്റും ഇല്ല. പിന്നെ ഈ പറഞ്ഞ കണ്ടീഷനോട് ഞാൻ യോജിക്കുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ സൊസൈറ്റിയിൽ ആരും ഒന്നും പറയത്തില്ല. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ 18 വയസ്സ് കഴിഞ്ഞാലും ഒരു പെൺകുട്ടിയെയും പയ്യനെയും കണ്ടാൽ ഡെഫിനറ്റായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കൂ. അവരുടെ കുടുംബത്തിൽ പോയി പറയുക, ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ഒരു ഏജ് ഒരു വിഷയമല്ല. എത്ര ഏജ് ആണെങ്കിലും നമ്മളൊരു പയ്യനെയും പെണ്ണിനെയും സൊസൈറ്റിയിൽ കണ്ടു കഴിഞ്ഞാൽ, വർത്തമാനം പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ നയിക്കും. അതൊരു സമൂഹത്തിൻ്റെ ഒരു രീതിയാണല്ലോ പണ്ട് തൊട്ടേ ഉള്ളത്. അപ്പോൾ അതിൽ ഇവർക്ക് ഏജ് കുറഞ്ഞത് കൊണ്ട് ഇങ്ങനെ പറ്റി എന്നുള്ളത് നമുക്കവിടെ പറയാൻ പറ്റില്ല. സോ അത് വേറൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലേ അത്? പിന്നെ ഇവർക്കെതിരെ പറഞ്ഞത് ആ ചാനലിനകത്ത് ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഏജ് ഒരു കാര്യമായിട്ട് പറഞ്ഞു. പിന്നെ വിദ്യാഭ്യാസം, അതിലേക്ക് നമുക്ക് വരാം. ആ ടോപ്പിക്കിലേക്ക്. ഏജ് ഇപ്പം നമ്മുടെ ഏജും അതിലും കൂടുതലുള്ള ആൾക്കാർ സമൂഹത്ത് ജീവിക്കുന്നുണ്ട്. അവർ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? അവിടെ പ്രശ്നങ്ങൾ വരുന്നില്ലേ? അവിടെ പെൺകുട്ടികളെ വീട്ടിൽ വിളിച്ചുകൊണ്ടൊന്ന് ടോർച്ചർ ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ ആൺകുട്ടിക്കെതിരെ ടോർച്ചർ വരുന്നില്ലേ? ഇതെല്ലാം വരുന്നുണ്ട്. ഇനിയിപ്പം പൂജയുടെ വീട്ടുകാർ തന്നെ കണ്ടുപിടിച്ച് ഒരാളെ കല്യാണം കഴിപ്പിച്ച് ഭാവിയിൽ കൊടുത്തിരുന്നെങ്കിൽ ആ ലൈഫ് സ്മൂത്തായി പോകുന്ന ഇന്നത്തെ കാലത്ത് എന്ത് ഗ്യാരണ്ടി ആണുള്ളത്? അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നല്ലൊരു അവർക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേക്കാം. പക്ഷെ ആ ലൈഫിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത് സ്മൂത്തായിട്ട് പോകുമെന്നുള്ളത്? ഇപ്പോൾ ഒരു നല്ല ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും എത്ര സംഭവങ്ങൾ നമ്മൾ മുമ്പിൽ കിടക്കുന്നത്, ഭാര്യമാരെ കൊന്നതും ഇതുമൊക്കെ. അപ്പം അതൊന്നും നമുക്ക് അങ്ങനെ കണക്കിലെടുക്കാൻ, ഇന്നത്തെ ക്യാൻസർ കണക്കിലെടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ ആഗ്രഹം അവർ വളർത്തിക്കൊണ്ട് വന്ന് അവർ ഉദ്ദേശിക്കുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കണം. അതിലും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല പേരൻസ് സൈഡിൽ നിന്ന്. അത്രയേ ഉള്ളൂ. ഈ ഒരു പ്രണയത്തെ ഈ പ്രണയത്തെയും സപ്പോർട്ട് ചെയ്യാം. സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്താണ്, ഇപ്പം +2 കഴിഞ്ഞ ഒരു പയ്യൻ ഡിഗ്രിക്ക് ഇപ്പം കയറി 18 വയസ്സുള്ള ഒരു പയ്യൻ, അവന് ചിലപ്പോൾ ഒരു +1 പഠിക്കുന്ന ഒരു പെൺകൊച്ചിനോട് ഇഷ്ടം. ഞാൻ കുറ്റം പറയത്തില്ല. പ്രേമിച്ചോ അല്ലെങ്കിൽ 10 പഠിക്കുന്ന പെൺകൊച്ചിനോട് പ്രേമിച്ചോ. പക്ഷേ ഈ 18 കഴിഞ്ഞ ഉടനെ ചാടിക്കയറി കല്യാണം, വീട്ടുകാരെ ഇട്ടിട്ട് പോവുക, ഇതിനോടൊന്നും എനിക്ക് ഒരു കാരണവശാലും, ഇനിയിപ്പം ഒരുപാട് കാരണങ്ങൾ ഈ പെൺകുട്ടി ഈ പയ്യനും ഒക്കെ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ എന്താണ് +2 കഴിഞ്ഞ ഉടനെ അവളെ കെട്ടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ബാക്കി നിങ്ങൾ കേക്ക്, എന്നിട്ട് ഞാൻ സംസാരിക്കാം. പിന്നെ വമ്പൻ സീനായിരുന്നു. വീട്ടിൽ എന്നോട് ചോദിച്ച്, ആദ്യം അടിച്ച് കാര്യവും അങ്ങനൊന്നും ഇല്ലായിരുന്നു. എന്നോട് ചോദിച്ച് ഞാൻ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് കുറെ കള്ളമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പിടിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി. അങ്ങനെ എന്നെ ഇത് നിർത്തണം എന്നൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ ഓക്കെ നിർത്തിക്കോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ആദ്യം പിടിച്ച സമയം തന്നെ മിക്കവാറുള്ള ഗേൾസ് എല്ലാം നിർത്തിപ്പോയതാണ് ചാൻസ്. പക്ഷെ എനിക്കെന്തോ അപ്പൊ നിർത്താൻ തോന്നിയില്ല. മോളുടെ പരിശുദ്ധ പ്രണയം, ഞാനൊന്നും പറയുന്നില്ല, പരിശുദ്ധ പ്രണയം. പക്ഷെ വീട്ടുകാരോട് മോൾ ആദ്യമേ പറഞ്ഞു ഓക്കെ നിർത്തി എന്ന് മോള് പറഞ്ഞു. പക്ഷെ പിന്നെ മോള് നിർത്തിയില്ല, മോള് കണ്ടിന്യൂ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നിർത്തി എന്ന് പറഞ്ഞ സാധനം അറ്റ്ലീസ്റ്റ് അവരുടെ മുമ്പിൽ നിർത്തിയതുപോലെ ജീവിക്കാൻ മേലായിരുന്നോ? ഒരു പ്രായമാകുന്നോളം വരെ, ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു ജോലി ആകുന്നോളം വരെ ഈ ഒരുപാട് ഫോണിലൂടെയുള്ള കുറുങ്ങലും നേരിട്ട് കാണലും പരിപാടികളും ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തായിരുന്നെങ്കിൽ മാന്യമായിട്ട് സ്വന്തം വീട്ടിൽ ജനിപ്പിച്ചില്ലേ വീട്ടുകാര്, പഠിപ്പിച്ചില്ലേ, അവരുടെ കൂടെ നിൽക്കായിരുന്നു. ഒന്നെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ചിലപ്പോൾ അവർ കൺവിൻസ് ആവില്ല, മോളുടെ ഇഷ്ടത്തിന് അവർ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, കുറച്ചു കാലത്തേക്ക് ഈ ആക്രാന്തമൊക്കെ മറന്ന് ഒന്നിച്ച് വീട്ടുകാരുമായിട്ട് നിന്ന് പഠിക്കാറുന്നല്ലോ. അങ്ങനെ ഇവനുമായിട്ടൊരു ബന്ധം ഇല്ലാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് മാന്യമായിട്ട് പഠിച്ച് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഫോൺ ചെയ്യുക. എപ്പോഴെങ്കിലും ഇതിനകത്തല്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നതിനകത്തൊന്ന് കുറച്ച് കാര്യങ്ങൾ വേറെ രീതിയിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഈ പിള്ളേർക്ക് കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പറയുന്നത്. വേറെ ആരും തെറ്റിദ്ധരിക്കരുതേ. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് സത്യമായിട്ടും ഉള്ള കാര്യം ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചാ പറയുന്നത്. ഈ കാണാനും ഈ വിളിക്കലും പരിപാടി ഇതിന് ശേഷമൊക്കെ ഈ പിള്ളേർ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവര് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് കീപാഡ് ഫോണൊക്കെ ഒപ്പിച്ച് വിളിക്കുമായിരുന്നു. അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ മാന്യമായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കായിരുന്നല്ലോ. നല്ലൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് ഇവന്റെ കൂടെ അങ്ങ് പോകായിരുന്നു. പൊക്കോ, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ പ്രേമിച്ച സമയം യൂഷ്വൽ സൈക്കോ ഇവരുടെ ഏരയിലത്തില്ലായിരുന്നു. അല്ലെങ്കിൽ പൂജാമലിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സും നമുക്കൊന്നും ഇത് അറിയത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറയുന്നതിൽ ഇവിടെ പ്രസക്തിയില്ല ഫ്രണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ പേഴ്സണൽ ഡിസിഷൻസ് ആയിരുന്നു അത്.
അപ്പോൾ അവരത് കൈക്കൊണ്ടു. അവരെടുത്ത ഡിസിഷനിൽ അവർക്കേ ഒരു തെറ്റ് ഫീൽ ആവുന്നില്ല, അവർ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകുന്നു. പിന്നെ ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു എന്ന് അന്യൻ്റെ ലൈഫിൽ കയറി നമ്മൾ ഗോൾ അടിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് യൂഷ്വൽ സൈക്കോ എടുത്ത് പറയാനുള്ളത്, നമുക്കിതൊക്കെ ഇരുന്ന് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അവർക്കേ അറിയാവൂ. അവർ നല്ലത് സ്വീകരിച്ചാണ് സമൂഹത്തിന് നല്ലത് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അവർ തീർച്ചയായും അത് തന്നെ ചെയ്യും. അവിടെ നമ്മൾ പുറകിൽ നിന്ന് പുഷ് ചെയ്യേണ്ട, നീ ഇത് ചെയ്യുക അത് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും ഞാൻ നന്നാവില്ല അമ്മാവ എന്നുള്ള ടീമുകാരാണ് സമൂഹത്തെങ്കിൽ, ഞാനിത് പൊതുവായിട്ട് പറയുന്നത്, ഇതിനകത്ത് ഈ വീഡിയോയിലുള്ള ആരും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അവരങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും അവരെന്ത് ചെയ്യില്ല, നന്നാവില്ല. സോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പഠിക്കുക. വ്യക്തികൾ സ്വയം മനസ്സിലാക്കട്ടെ തെറ്റ് ചെയ്ത് ശരി ചെയ്ത് അവരുടെ അനുഭവത്തിലൂടെ. അല്ല നമ്മളിത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. നമുക്ക് വേറെ ആരുടെയും റൈറ്റ് ടു പ്രൈവസി കയറി ഇടപെടാനുള്ള റൈറ്റ്സ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക. യൂഷ്വൽ സൈക്കോയും ഹാപ്പി ആയിട്ട് ജീവിക്കുക, ഞാനും ജീവിക്കുക, പൂജയും അമലും ആസ് യൂഷ്വൽ എൻജോയ് ചെയ്യട്ടെ അവരുടെ ലൈഫ്. അതല്ല അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ ഒരു സൗന്ദര്യം. ഇനി അടുത്തെനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയൊരു സംഭവം, പൂജ മോളെ നിനക്ക് കുറച്ചുകൂടെ പഠിച്ചിട്ട് ഈ തീരുമാനം ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. കുറച്ചുകൂടെ ഏജായി കുറച്ചുകൂടെ ഡിഗ്രിയൊക്കെ എടുത്തതിന് ശേഷം വേറെ കമൻസിലും വരുന്നുണ്ട് പുള്ളിയുടെ ചാനലിൽ, അല്ലെങ്കിൽ പൂജ അമ്മൽ ഇടുന്നതിൻ്റെ താരെയും ആ ചാനലിൻ്റെ താരെയും കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു വൺ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ കാലത്ത് ഞാനടക്കം എല്ലാം നല്ല പഠിത്തമുള്ള ടീമുകാർ, അതിനകത്ത് ഇങ്ങനെ വ്ളോഗേഴ്സ് ഒന്നും പഠിത്തമില്ലാത്തവരല്ല ഭൂരിഭാഗം. ഞങ്ങൾ എന്തുകൊണ്ടൊരു ജോലിക്ക് പോകുന്നില്ല? ഒന്നാമത് പ്രൈവറ്റ് ജോബ് ഭയങ്കര ചൂഷണമാണ്, സാലറി പെൻഡിങ് ഒന്നും കിട്ടില്ല. പഠിച്ച നമ്മളൊക്കെ കൺമുന്നിൽ നിന്നിട്ട് നമുക്ക് ഒരു ഗവൺമെന്റ് ജോബ് ഒന്നും എത്ര പേർക്ക് കിട്ടി? നമ്മൾ ട്രൈ ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്, ഞാൻ എഴുതുന്നുണ്ടാവും ടെസ്റ്റ്, നിങ്ങളിലും പലരും എഴുതുന്നുണ്ടല്ലോ, എത്ര പേർക്ക് കിട്ടി? അപ്പം എല്ലാം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂക്കിനകത്ത് കോട്ടൺ ബഡ്സ് വയ്ക്കാം, അതേ നടക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ അനിയന്മാരിൽ തന്നെ അല്ലെങ്കിൽ ചേട്ടന്മാരിൽ തന്നെ പലരും വണ്ടി സിക്ക് എന്തുകൊണ്ട് എടുക്കുന്നത്? നല്ലൊരു ഉദ്യോഗം കിട്ടിയിട്ട് എടുത്താൽ മതിയല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. സെയിം പോളിസി തന്നെയാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം തികഞ്ഞിട്ടേ നമ്മൾ നല്ലൊരു ലൈഫ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്തിനാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ നമുക്കൊരു തകർച്ചയെ വരത്തുള്ളൂ, അതായത് സക്സസ് ഒന്നും അതിൽ വരത്തില്ല. നല്ലത് വരുമ്പോൾ നല്ല സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് ഇവർക്കുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഇവർ ഇന്നത്തെ ജനറേഷനിൽ വൻ വിജയങ്ങളാണ്. ഞാൻ കുഡൂസ് രണ്ടുപേർക്കും പറയാം. നേരത്തെ പൂജയ്ക്ക് മാത്രമേ പറഞ്ഞോളൂ, അമലിന് ഞാൻ പറയും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതിൽ കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല. ഇന്ന് പഠിച്ച ആൾക്കാരൊക്കെ അൺഎംപ്ലോയ്മെൻ്റ് ആണ് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് എല്ലാം പഠിച്ചതിന് ശേഷം നീ എടുത്തിരുന്നെങ്കിൽ അത് ഇറ്റ്സ് സംതിങ് ലൈക്ക് എൻ ഓൾഡ് സോർട്ട് ഓഫ് തിങ്കിങ്. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആ ചാനലിൽ പറഞ്ഞതും അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, വേറെ കുറേ കമൻറ്റ്സ് ഇവരുടെ ചാനലിൽ താഴെ വരുന്നത് ഞാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ ഓരോ എക്സ്ക്യൂസസ് ആണ്. പിന്നെ ഇവരെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്നവരല്ല. കുറേ ആൻറ്റിമാർ കമൻറ്റുകൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ പ്രായത്തിലുള്ളവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അവരുടെ പ്രായത്തിലുള്ളവരല്ലല്ലോ. പക്ഷെ പ്രായം ഇവിടെ വിഷയമല്ല, നമ്മൾ ചിന്തിക്കുക രണ്ട് സൈഡിൽ നിന്ന്. ഇനി എന്താണ് അവർ രണ്ടുപേർക്കും ശരികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ആരെയും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല. ഇപ്പോൾ വ്ളോഗറായ യൂഷ്വൽ സൈക്കോനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും ഇല്ല. എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറയുന്നു. ആ പോയിന്റ് എനിക്ക് കിട്ടിയത് വെച്ചിട്ട് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് എ തിങ്. ഇനി എനിക്ക് പറയാനുള്ളൊരു കൺക്ലൂഷൻ പാർട്ട്. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ആരും അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എത്ര പേര് ഇവിടെ ഈ ലോകത്ത് പെർഫെക്റ്റ് ഉണ്ട്? ഇന്നത്തെ കാലത്ത് തന്നെ നമുക്ക് പറയാം. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിലൊന്ന് കമൻറ്റ് ഇടും, ഞാൻ എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് മാനുഷിക ജന്മമാണെന്ന് പറഞ്ഞ്. അപ്പോൾ വിട്ട് കളയണേ. ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, ചെറിയതല്ല, അവർക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. അവരെടുത്തൊരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ, അത് നമ്മൾ വലിപ്പിച്ച് കാണിക്കണോ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുക. ഇനി അവരെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു ഡയലോഗാണ്. ഓൾറെഡി ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവരുടെ മാനസിക നില വെച്ച് ആ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പം ആ പെൺകുട്ടിക്കുള്ള സന്തോഷം അമലും അമലിൻ്റെ ഫാമിലി മെമ്പേഴ്സും കുടുംബവും പിന്നെ നമ്മളെപ്പോലെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിലൂടെയാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം ആ സപ്പോർട്ട് ചെയ്യുന്നവരെങ്കിലും അവരെ സന്തോഷപ്പെടുത്തിക്കോട്ടെ. അങ്ങനെ ചിന്തിക്കുക, മാനുഷികമായിട്ട് ഇവിടെ നിന്ന് ചിന്തിക്കുക, ഇത് വെച്ച് ചിന്തിക്കാതെ. ചില സമയം നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ തീരാവുന്ന ചില പ്രശ്നങ്ങളെ അതിനകത്തുള്ളൂ. പക്ഷെ നമ്മൾ ബ്രെയിൻ വെച്ച് ചിന്തിക്കുമ്പോൾ ഈഗോ കയറി പല നെഗറ്റീവൈസ്ഡ് ലെവലിലേക്ക് പോകും. സോ ദാറ്റ്സ് എ തിങ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. എന്തൊക്കെ വീഡിയോസാ വേണ്ടത്, അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് കമന്റ് സെക്ഷനിൽ അത് കമന്റ് ചെയ്യാനാണ്. അതിനനുസരിച്ച് വീഡിയോസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിടാം. പിന്നെ ഇങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ എന്നിങ്ങനെയൊക്കെ
ഹലോ, അപ്പം നിങ്ങൾ എന്നെ കണ്ടല്ലോ, ഞാൻ പറഞ്ഞ് പ്രോമിസ് ചെയ്തതുപോലെ ആ പൂജ പറയുന്ന ഒരു വീഡിയോ, അവർ ഹാപ്പി ആയിട്ട് പോകുന്നു ലൈഫിൽ, അത് വെച്ച് ഞാൻ എൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ വാക്ക് ഞാൻ പാലിച്ചേക്കുന്നു. കണ്ടോ, അത്രയേ ഉള്ളൂ. ജീവിക്കട്ടെ, അവർ നല്ല രീതിയിൽ ജീവിച്ച് അർമാദിക്കട്ടെ എന്നേ ഗോഡസ് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഗ്ലാം ഗോഡസ് സിന്ധുജയ എനിക്ക് അത്രേ എനിക്ക് ഈ വേളയിൽ പറയാൻ പറ്റുന്നുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം മക്കളെ, എനിക്കിനി കൺക്ലൂഷനിൽ പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളോട്. ഇത്രയും എൻ്റെ ഈ ഡയലോഗുകൾ കേട്ടിരുന്ന നിങ്ങളോട്, നമ്മൾ മനുഷ്യർ, ഞാനടക്കം ആരും ഇവിടെ പെർഫെക്റ്റ് ഒന്നുമല്ല. നമുക്ക് ഓരോ സാഹചര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് മനസ്സിലാക്കുക അവരുടെ സൈഡിൽ നിന്നോണ്ട്. എന്നിട്ട് അവരെ ഇങ്ങനെ കൂരമ്പുകൾ ചെയ്യാതെ, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. അവർ വ്ളോഗ് ഇട്ടിട്ട് ജീവിക്കട്ടെ, നിങ്ങൾ സ്ക്രോൾ ഔട്ട് ചെയ്യുക. അതിപ്പോൾ എൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാതിരിക്കുക. എനിക്കതിൽ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അവരവരുടെ ലൈഫിൽ ഹാപ്പിയാണ്, അവർ എൻജോയ് ചെയ്യട്ടെ. അവരവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, അവർ എൻജോയ് ചെയ്യട്ടെ. പിന്നെ ഒരു പ്ലാനും ഇല്ലാതെ അമൽ പൂജയെ വിളിച്ചിറക്കിക്കൊണ്ട് വരുമോ? പിന്നെ ചിലവർ പറയുന്ന ഒരു കോമഡി, നിങ്ങൾ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നു, പോയി പണി എടുക്കണേ എന്നൊക്കെ ആ പയ്യൻ്റെ അടുത്ത് പറയുന്നു. ആ പയ്യൻ്റെതായ പ്ലാനിങ് ഉണ്ട് ഡിയേഴ്സ്. അപ്പോൾ യൂട്യൂബ് ഇപ്പം ഇന്നോ നാളെയോ നിൽക്കാം, ഇൻസ്റ്റയിൽ നിൽക്കാം. അതുകൊണ്ട് ഞങ്ങളൊന്നും ജീവിക്കത്തില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് വല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ എന്ത് ചെയ്യണ്ട. ആരും ഇനിയും പറഞ്ഞ് കൊച്ചാക്കാനും വലുതാക്കാനും നിൽക്കേണ്ട. എല്ലാ ആൾക്കാർക്കും അവരുടേതായ ഒരു പ്രൈവസി ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. നമ്മളാരും ഇതൊക്കെ പറയാൻ. പിന്നെ നമ്മൾ ഇന്നോ നാളെയോ, നമ്മൾ മനുഷ്യനൊരു ഗ്യാരണ്ടി കാർഡ് പോലും ഇല്ലാത്ത ടീംസാണ് നമ്മളെല്ലാവരും. അപ്പം ഓരോരുത്തർക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അവരത് ചെയ്തോട്ടെ. ഇപ്പം ഞാനൊരു പാഷനേറ്റ് ഡാൻസറാണ്, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റെ ചാനലിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നേരത്തെ ഞാൻ പറയാൻ പറ്റും, ഇൻഫർമേഷനും കൊടുക്കുന്നു. ഇന്നലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ടീച്ചിങ് ജോബ്സിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം അത്രയേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യുന്ന നമ്മളെല്ലാവരും നമ്മുടെ സന്തോഷത്തിനല്ലേ. പിന്നെ എല്ലാവരും അവസാനം ഒരു പടി കഴിഞ്ഞ് എല്ലാവരും മോണിറ്റൈസേഷൻ ആവാനും ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ അംഗീകരിക്കണം, ഞാനടക്കം. സോ ദാറ്റ് ഇസ് എ തിങ്. പൂജ അമൽ എന്ന ചാനൽ വളർന്ന് പന്തളിച്ച് വലിയൊരു നിലയിലാവട്ടെ. ഞാനൊക്കെ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമ്മളത് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഭൂകമ്പം ഉണ്ടാക്കും വേറെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ, ഞാനൊക്കെ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സമയത്തിലും സൗകര്യത്തിലും വെച്ച് വീഡിയോസ് ഇനിയും ചെയ്യുക. നല്ലൊരു വലിയ വ്ളോഗർ ആവാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബാക്കി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരോടുമാണ്. നമുക്കൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവരെ ഡിപ്രഷനിലേക്ക് നയിക്കാനോ, ഇപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ കുറേ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അവർ സൂയിസൈഡ് ചിന്താഗതി ചിന്തിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. നമ്മൾ കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. പിന്നെ എന്തോന്നാണ്, അത്രയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പോകുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒപ്പം എൻ്റെ വീഡിയോസിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, വേറെ ഒന്നും ഞാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ തന്നെ ആർക്കെങ്കിലും എൻ്റെ വീഡിയോസ് കൊണ്ട് വല്ല ഹേർട്ടിങ് മെൻറ്റാലിറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ ഗോഡസ് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒരു ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ ചെറിയ ആളാകുന്നെന്നോ അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും എനിക്കില്ല. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നതും എൻ്റെ വ്ളോഗ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദി. സോ നിങ്ങളുടെ ഗ്ലാം ഗോഡസ് സിന്ധുജ ഇപ്പം നിങ്ങളിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുന്നു. അടുത്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ, ലവ് യു ഓൾ.